Asylum Banking. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സീരിയസ് ആയിട്ട് ഡെയിലി വീഡിയോസ് കാണാനായിട്ട് പറയുക, പഠിക്കാനായിട്ട് പറയുക. റെഡി ആണല്ലോ? പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് ബേസിക് ആയിട്ട് ബാങ്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂവെങ്കിലും ഇനി അവരുടെ പ്രിപ്പറേഷൻ കുറച്ച് ലെവൽ എത്തിയിട്ടുള്ളവരാണെങ്കിലും എല്ലാവരുടെയും നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മുടെ ചാനലിൽ വരിക. അപ്പോൾ എല്ലാവരും വേഗം ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം. റെഡി ആണല്ലോ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡ്രോൺ ദീദി യോജനയെ കുറിച്ചാണ്. അപ്പൊ ഈ ഡ്രോൺ ദീദി യോജന ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഇക്കഴിഞ്ഞ മെയ് 10 ഇത് ന്യൂസിൽ വന്നു. ദാറ്റ് ഈസ് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പും മഹീന്ദ്രയും കൂടി ഒരു MOU സൈൻ ചെയ്തു. എന്തിനാണ്? 2 പൈലറ്റ് പ്രോജക്റ്റ് അണ്ടർ ഡ്രോൺ ദീദി യോജന. അപ്പോൾ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റും മഹീന്ദ്രയും കൂടി ഒരു MOU സൈൻ ചെയ്തു. എന്തിനാണ്? 2 പൈലറ്റ് പ്രോജക്റ്റ് നടത്താൻ വേണ്ടി. 2 പൈലറ്റ് പ്രോജക്റ്റ് അണ്ടർ ഡ്രോൺ ദീദി യോജന. അവിടെയാണ് നമ്മുടെ ഡ്രോൺ ദീദി യോജനയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഡ്രോൺ ദീദി യോജനയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് പറയാനുള്ള കാര്യമാണ്, നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത വയലിൽ ഒരു ചേച്ചി രാവിലെ തൊട്ട് ഉച്ച വരെ അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ നെല്ല് അരിവാൾ കൊണ്ട് ഇങ്ങനെ കൊയ്ത് എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എത്ര വയൽ കൊയ്ത് തീർക്കാനായിട്ട് പറ്റും? വളരെ കുറച്ചല്ലേ, ഒരു കുഞ്ഞു വയൽ കൊയ്ത് തീർക്കാനായിട്ട് പറ്റുമായിരിക്കും അല്ലെ? പക്ഷേ അതിനു പകരം ഇതേപോലെ ഒരു കൊയ്ത്ത് യന്ത്രം കൊണ്ടുവരികയാണെങ്കിലോ ഇതേപോലെ ഒരു മെഷീൻ കൊണ്ടുവരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ മെഷീൻ രാവിലെ തൊട്ട് ഉച്ച വരെ കൊയ്താൽ ഫുൾ പാടവും അല്ലെ 4-5 ഏക്കർ വരുന്ന ഫുൾ വയലും ഒറ്റയടിക്ക് ഒരു രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ടൈമിൽ കൊയ്ത് തീർക്കാനായിട്ട് പറ്റും അല്ലെ? അവിടെയാണ് അഗ്രികൾച്ചറിൽ മെഷീന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലെ? നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ അഗ്രികൾച്ചറിൽ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രിസിഷൻ അല്ലെ? നമ്മൾ വിചാരിക്കുന്ന കാര്യം വളരെ പ്രിസൈസ് ആയിട്ട്, വളരെ ഭംഗിയായിട്ട്, വളരെ ലെസ് ടൈമിൽ ചെയ്ത് കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കാരണം എന്താണ്? ഈ മെഷീൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ആ സ്പെസിഫിക് ടാസ്ക് ഭംഗിയായി ചെയ്തു തീർക്കാനാണ്. അപ്പൊ പ്രിസിഷൻ വളരെയധികം കൂടുതലായിരിക്കും. പ്രിസിഷനും അക്യുറസിയും വളരെയധികം കൂടുതലായിരിക്കും അല്ലെ? നെക്സ്റ്റ് വരുന്ന കാര്യം എന്താണ്? ടൈം വളരെയധികം ലാഭിക്കാനായിട്ട് പറ്റും അല്ലെ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചേച്ചി കൊയ്താൽ 4-5 ഏക്കർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. വളരെ കുറച്ച് സ്ഥലമേ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ മെഷീൻ ആണെങ്കിലോ രാവിലെ തൊട്ട് ഉച്ച വരെ ചെയ്യുമ്പോഴത്തേക്കും 4-5-6 ഏക്കർ ഓഫ് വയൽ എന്ത് ചെയ്യും? കൊയ്ത് തീർക്കാനായിട്ട് പറ്റും. കൊയ്ത് അരിയായിട്ട് അരിയല്ല, നെല്ലായിട്ട് നമുക്ക് കിട്ടും അല്ലെ? അപ്പൊ പ്രിസിഷനും ആക്യുറസിയും കൂടുതലാണ്. ടൈം നമുക്ക് ഒരുപാട് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റും. റെഡി ആണല്ലോ? ഇനിയാണെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് ഫെർട്ടിലൈസിങ് അല്ലെ? ഫെർട്ടിലൈസിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഫെർട്ടിലൈസിങ് അല്ലെങ്കിൽ വളമിടൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? നമുക്കിപ്പോൾ എന്തുണ്ടാവും? നമുക്ക് പെസ്റ്റിസൈഡ്സ് തെളിക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും കീടാണുക്കൾ നമ്മുടെ വയലിൽ അല്ലെങ്കിൽ പാടത്തോ കൃഷിയിലോ വരികയാണെങ്കിൽ അതിനെ നശിപ്പിക്കാനായിട്ട് നമുക്ക് വളപ്രയോഗം നടത്തേണ്ടി വരും അല്ലെ? അപ്പോൾ ഒരു വലിയ ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിലൊക്കെ നമ്മൾ മാനുവലി പോയി വളം ഇടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ചിലപ്പോൾ എല്ലായിടത്തും നമ്മൾ ഒരേ രീതിയിലായിരിക്കില്ല നമ്മൾ വളപ്രയോഗം നടത്തുക അല്ലെ? കാരണം നമ്മൾ മാനുവൽ സ്പ്രേയിങ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും നമ്മൾ സ്പ്രേ ചെയ്യുക. ചില സ്ഥലം എത്തുമ്പോൾ നമുക്ക് കൈവേദന എടുക്കും, അപ്പോൾ നമ്മളവിടെ കുറച്ചടിക്കും. ചില സ്ഥലത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ഫുൾ എനർജിയിലായിരിക്കും അല്ലെ? നല്ലോണം സ്പ്രേ ചെയ്യും. അപ്പം നമുക്ക് തോന്നിയ പോലെയാണ് നമ്മൾ ചെയ്യുക. നമ്മുടെ മനസ്സിന്റെ ഒരു ഇതിലാണ് നമ്മൾ ചെയ്യുക അല്ലെ? അപ്പോൾ ആക്യുറസിയും പ്രിസിഷനും ഒക്കെ കുറവായിരിക്കും. ചില സ്ഥലത്ത് കൂടും, ചില സ്ഥലത്ത് കുറയും അല്ലെ? ചില സ്ഥലത്ത് ഭയങ്കര അക്യുമുലേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാവും അല്ലെ? അങ്ങനെ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള വളപ്രയോഗം നമ്മളെ കൊണ്ട് പറ്റില്ല. അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം വരുന്നത്. നമ്മുടെ ഡ്രോണിൽ വളമടിച്ചാൽ എങ്ങനെ ഇരിക്കും? ഡ്രോണിൽ ഒരു കുപ്പിയിൽ വളം ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഡ്രോണിൽ ഒരു കുപ്പിയിൽ വളം ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഡ്രോണിൽ എന്ത് ചെയ്യും? ഈ ഡ്രോൺ ഇങ്ങനെ സ്പ്രേ ചെയ്യുകയാണ്. ഡ്രോൺ എന്ത് ചെയ്യണം? നമ്മുടെ ഫീൽഡിന്റെ മുകളിൽ വളം സ്പ്രേ ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ പ്രിസൈസ് ആയിട്ട് എല്ലായിടത്തും ഒരേ രീതിയിലുള്ള വളപ്രയോഗം നമുക്ക് പറ്റും അല്ലെ? ഡ്രോണിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു ക്യാമറയും കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഡ്രോണിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്യാമറ ഫിക്സ്
ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ദൂരെ നിന്നുകൊണ്ട് ഡ്രോണിനെ മാനുവലി കൺട്രോൾ ചെയ്ത് ക്യാമറയിലേക്ക് കൂടി കണ്ടുകൊണ്ട് നമുക്ക് ഏതൊക്കെ സ്ഥലത്ത് എത്ര വളം വേണമെന്ന് തീരുമാനിക്കാം. പ്രിസൈസ് ആയിട്ട് നമുക്ക് വളപ്രയോഗം നടത്താനായിട്ട് പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാനുവലി ഒരാൾ സ്ഥിരമായിട്ട് കീടനാശിനി അടിക്കുകയാണ്, അവർക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ഫെർട്ടിലൈസേഴ്സിൽ നിന്നും കീടനാശിനികളിൽ നിന്നും നമ്മൾ ദൂരത്ത് നിൽക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പൊ ഇതേപോലെയുള്ള ഡ്രോൺ ഉണ്ടെങ്കിൽ കർഷകർക്ക് എന്തായി, വളരെയധികം ഈസി ആയി കാര്യങ്ങൾ അല്ലെ. വളരെയധികം ദൂരെ നിന്നുകൊണ്ട് ഹ്യൂമൻ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട്, സേഫ് ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് അവർക്ക് വളപ്രയോഗം നടത്താനായിട്ട് പറ്റില്ലേ? അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഫെർട്ടിലൈസിങ് അല്ലെങ്കിൽ വളപ്രയോഗം വരുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഇന്ത്യയിലുള്ള കർഷകർക്ക്, ഇന്ത്യയിലുള്ള സാധാരണക്കാരായ കർഷകർക്ക് ഇതേപോലെയുള്ള ഡ്രോൺ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ബേസിക് ആയിട്ടുള്ള ഡ്രോണിന് പോലും 50,000 റുപ്പീസ് ഉണ്ട് അല്ലെ. അപ്പൊ അവർക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ബേസിക് ഡ്രോണിനാണ് 50,000. ഇത് അവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ 3 ലക്ഷം 4 ലക്ഷം ഒക്കെയാണ് ഡ്രോണിന്റെ പൈസ വരുന്നത്. ഒരിക്കലും കൃഷിക്കാർക്ക്, നമ്മുടെ സാധാരണക്കാരായ കൃഷിക്കാർക്ക് ഇത് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെയാണ് നമ്മുടെ ഡ്രോൺ ദീദി പ്രോജക്റ്റ് വരുന്നത്. അപ്പൊ ഡ്രോൺ ദീദി എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം ഇതിൽ സ്ത്രീകൾക്ക് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് അല്ലെ, വുമണിന് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ ഡ്രോൺ ദീദി പ്രോഗ്രാം എന്ന് പറയുന്നത്? നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യും, കുറച്ച് ആൾക്കാരെ എടുക്കും. ഗവൺമെന്റ് കുറച്ച് പീപ്പിൾസിനെ എടുത്തിട്ട്, കുറച്ച് ആൾക്കാരെ എടുത്തിട്ട് ഡ്രോൺ റൺ ചെയ്യാനായിട്ട്, ഡ്രോൺ ഓടിക്കാനായിട്ടും ഡ്രോണിന്റെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ ട്രെയിൻ ചെയ്യും. അപ്പൊ ഏത് ആൾക്കാരെ ആയിരിക്കും ട്രെയിൻ ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയിലെ തന്നെ റൂറൽ ഏരിയയിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ സെലക്ട് ചെയ്യുകയും അവർക്ക് എന്ത് ചെയ്യാനാ, അവർക്ക് ഡ്രോൺ റൺ ചെയ്യാനുള്ള, ഡ്രോൺ ഓടിക്കാനുള്ള പരിശീലനം കൊടുക്കുകയാണ്. ബേസിക്കലി പറഞ്ഞാല് ഡ്രോൺ ഒരു നമ്മുടെ ഇന്ത്യയുടെ റൂറൽ ഏരിയയിലുള്ള സ്ത്രീകളെ ഡ്രോൺ പൈലറ്റ്സ് ആക്കി മാറ്റുകയാണ് ഡ്രോൺ ദീദി പ്രോജക്റ്റിലൂടെ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ സ്ത്രീകളെ സെലക്ട് ചെയ്യുക? നമുക്കറിയാം, നമ്മുടെ റൂറൽ ഏരിയകളിൽ, നമ്മുടെ ഇന്ത്യയിലെ തന്നെ റൂറൽ ഏരിയകളിൽ ഓരോ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെ. അതായത് സ്ത്രീകൾ തന്നെ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരായിട്ടുള്ള കുറെ സ്ത്രീകൾ ചേർന്നിട്ട് അവരുടെ തന്നെ ഉന്നമനത്തിനായി ഓരോ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. അപ്പൊ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെയാണ് ഈ ഡ്രോൺ ദീദി പ്രോജക്റ്റിനായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്ത ഇയർ ഏതാണ്? 2023 ഈ ഡ്രോൺ ദീദി പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റെഡി ആണല്ലോ? അപ്പൊ ഡ്രോൺ ദീദി പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ റൂറൽ ഏരിയയിലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ വഴി സ്ത്രീകളെ എന്ത് ചെയ്യുകയാണ്, ഡ്രോൺ പൈലറ്റ്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്? നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പിന്റെ അണ്ടറിൽ മാത്രമാണോ വരുന്നത്? അല്ല. ഈ ഡ്രോൺ ദീദി പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റിന് പുറമെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസർ ഉണ്ട്, വുമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ലീഡ് ഫെർട്ടിലൈസർ കമ്പനി ഉണ്ട്. നമുക്കറിയാം വളപ്രയോഗത്തിനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ വളം അടിക്കണമെങ്കിൽ ലീഡ് ഫെർട്ടിലൈസർ കമ്പനിയാണ് ഈ വളവും ഫെർട്ടിലൈസറും ഒക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീഡ് ഫെർട്ടിലൈസർ കമ്പനിയുടെ കൂടെ അണ്ടറിൽ വരുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഇത്. ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ മാത്രമല്ല, ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ നമ്മുടെ ഡ്രോൺ ദീദി പ്രോജക്റ്റ് കവർ ചെയ്യുന്നുണ്ട്. റെഡി ആണല്ലോ? ഇതിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. വുമൺ ബെനിഫിഷ്യറീസ് ആർ ട്രെയിൻ ടു ബിക്കം ഡ്രോൺ പൈലറ്റ്. വുമൺ ആണ് ബെനിഫിഷ്യറീസ്. അവരെന്താണ്, അവർ ഡ്രോൺ പൈലറ്റ്സ് ആവാൻ വേണ്ടി റെഡി ആവുകയാണ്. നെക്സ്റ്റ് എന്താണ്, ഫെർട്ടിലൈസർ സ്പ്രേയിങ്, സോയിങ് സീഡ്സ് ഓൺ ക്രോപ്പ് മോണിറ്ററിങ്. എന്താണ്, ക്രോപ്പ് മോണിറ്ററിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്.
ഇതുവഴി എന്തിനാ സാധിക്കുന്നത്? റൂറൽ വുമണ്, അതായത് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു ഇൻകത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതുവഴി ഗവൺമെന്റ് എന്താ എയിം ചെയ്യുന്നത്? ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ ഡ്രോൺസ് കൊടുക്കാണ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ ഡ്രോൺ ഉപയോഗിക്കാനായിട്ട് ട്രെയിൻ ചെയ്യുകയും അവരുടെ അടുത്തേക്ക് ഡ്രോണുകളെ എത്തിക്കുകയുമാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സാധാരണക്കാരായ കൃഷിക്കാർ എന്ത് ചെയ്യും? അവർക്ക് വളമിടാനും ഈ നമ്മുടെ ക്രോപ്പ് മോണിറ്ററിംഗ് ഒക്കെ വേണ്ടിയിട്ട് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ നിന്നും ഈ ഡ്രോണിനെ അവരെന്ത് ചെയ്യും? അവര് റെന്റിനെടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എനിക്കിപ്പോ ഒരു പാടമുണ്ട്, ആ പാടത്ത് ഇപ്പൊ എനിക്ക് ട്രാക്ടർ അടിക്കണം. അപ്പൊ ട്രാക്ടർ എനിക്ക് സ്വന്തമായിട്ടുണ്ടാവോ? അല്ലെങ്കിൽ പാടത്ത് എനിക്ക് നെല്ല് കൊയ്യണം, എനിക്ക് സ്വന്തമായിട്ട് നെൽക്കൊയ്ത്ത് മെഷീൻ ഉണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഒരു സാധാരണ കൃഷിക്കാരന് അല്ലെങ്കിൽ കൃഷിക്കാരിക്ക് ഇത്തരം വലിയ എക്യുപ്മെന്റ്സ് ഓൺ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അവരെന്താ ചെയ്യുക? അവര് ഇതൊക്കെ റെന്റിനെടുക്കും. അതേപോലെ തന്നെ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലുള്ള ഒരു സ്ത്രീനെ എന്ത് ചെയ്യും? ഒരു വുമണിനെ നമ്മൾ ഈ ഡ്രോൺ പൈലറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൃഷിക്കാരെന്താ ചെയ്യുക? ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ഈ ഡ്രോണിനെ റെന്റിനെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും? ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ നിന്നും ഡ്രോണിനെ റെന്റ് എടുക്കുകയും അപ്പോൾ എന്ത് ചെയ്യും? ഇത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വുമൺ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്? അവിടെ ചെന്ന് പാടത്ത് ചെന്ന് അവർ ട്രെയിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് സ്വന്തമായിട്ട് ഡ്രോൺ വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. ഗവൺമെന്റ് എന്ത് കൊടുക്കും? ഗവൺമെന്റ് കുറേ അധികം സാമ്പത്തിക സഹായങ്ങൾ ചെയ്യും. നമ്മുടെ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ പോലെയുള്ള കുറേ അധികം സാമ്പത്തിക സഹായങ്ങൾ ആര് കൊടുക്കും? ഗവൺമെന്റ് കൊടുക്കും. അതായത് ഇൻട്രസ്റ്റ് കുറച്ച് കൊടുക്കുക, ഇൻട്രസ്റ്റ് കുറച്ച് ഗവൺമെന്റ് പേ ചെയ്യുക, അങ്ങനെയുള്ള പല നമ്മുടെ സാമ്പത്തിക സഹായങ്ങളും ഗവൺമെന്റ് നൽകുന്നത് വഴി നമ്മുടെ SHGകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രോൺ വാങ്ങിക്കാൻ പറ്റുകയും അത് കർഷകർ എന്ത് ചെയ്യും? അത് കർഷകർ കൊണ്ടുപോയിട്ട് വാങ്ങി റെന്റിനെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും. റെഡിയാണല്ലോ. അപ്പൊ ഇത്രയുമാണ് ബേസിക് ആയിട്ട് ഡ്രോൺ ദീദി യോജന എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഓർഡർ ആയിട്ട് വായിച്ചു നോക്കാം. റെഡി ആണല്ലോ. അപ്പൊ എയിം എന്ന് പറയുന്നത് എന്താണ്? ഡ്രോൺ ദീദി യോജനയുടെ എയിം എന്ന് പറയുന്നത് 15,000 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് 15,000 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ സെലക്ട് ചെയ്യുകയും അത് നിങ്ങൾ ശ്രദ്ധിക്കുക, 15,000 SHG ആണ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്. അതിൽ നിന്നും വുമൻസിനെ ട്രെയിൻ ചെയ്യുകയും നെക്സ്റ്റ് 2 വർഷം കൊണ്ട് ഫാമേഴ്സിന് ഈ SHGയിൽ നിന്നും നമ്മുടെ ഡ്രോൺ റെന്റിനെടുത്ത് കൊണ്ടുപോയി യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. റെഡിയാണല്ലോ. ടു പ്രൊവൈഡ് ഡ്രോൺസ് ടു 15,000 വുമൺ SHG ഇൻ നെക്സ്റ്റ് 2 years ടു ബി റെന്റഡ് ഔട്ട് ടു ഫാമേഴ്സ് ഫോർ അഗ്രികൾച്ചറൽ യൂസ്. ഓക്കെ, ഇപ്പൊ ഇതിന് മാറ്റി വെച്ചിരിക്കുന്ന പൈസ എന്ന് പറയുന്നത് എത്രയാണ്? 1261 crores ആണ്. ഓക്കെ, 1261 crores ആണ് നീക്കിയിരിപ്പ് എന്ന് പറയുന്നത്. ടെന്യൂർ എപ്പോഴാണ്? 2025 to 2026 ആണ്. ഈ സ്കീമിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് സെൻട്രൽ സെക്ടറിന്റെ അടിയിൽ വരുന്ന സ്കീമാണ് ഡ്രോൺ ദീദി യോജന. റെഡി ആണല്ലോ. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി മോർ സ്പെസിഫിക് ആയിട്ട് പോവുകയാണെങ്കിൽ ഓരോ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെയും നമ്മൾ സെലക്ട് ചെയ്യുകയും, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 15,000 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ SHGക്കും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഡ്രോൺ വീതം നമ്മൾ കൊടുക്കണം. ഓരോ SHGക്കും ഓരോ ഡ്രോൺ വീതം നമ്മൾ കൊടുക്കണം അല്ലെ. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഫേസിൽ 500 ഡ്രോൺസിനെ പ്രൊക്യൂർ ചെയ്യുന്നത് ആരാണ്? ഫസ്റ്റ് 500 ഡ്രോൺസിനെ സംഭരിക്കുന്നത് നമ്മുടെ ലീഡ് ഫെർട്ടിലൈസർ കമ്പനിയാണ്. കാരണം എന്താ? ലീഡ് ഫെർട്ടിലൈസർ കമ്പനിയാണ് ഈ വളം പ്രൊവൈഡ് ചെയ്യുന്നത്, ഫെർട്ടിലൈസർ കൊടുക്കുന്നത്. അപ്പൊ അവരുടെ ഫെർട്ടിലൈസറിന്റെ സ്വഭാവം ആർക്കാ അറിയാം? ആ കമ്പനിക്കാണ് അറിയാം അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ കൃഷി സ്ഥലത്തും ഓരോ ടൈപ്പ് ഓഫ് വളമായിരിക്കും ഇടേണ്ടത്. ഓരോ വിളകൾക്കും ഓരോ ടൈപ്പ് വളമാണ്. ഒരു കീടത്തിനെ നശിപ്പിക്കാൻ എന്താണ് എന്തെങ്കിലും, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ചെടീനെ ബാധിക്കുന്ന ഒരു രോഗം വേറെ ചെടിക്ക് വേറൊരു രോഗമായിരിക്കും. അപ്പൊ ഓരോന്നിനും ഓരോ ടൈപ്പ് വളമായിരിക്കും വേണ്ടി വരിക അല്ലെ. അപ്പൊ ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ലീഡ് ഫെർട്ടിലൈസർ കമ്പനിയാണ്. അപ്പൊ വളപ്രയോഗത്തിനായിട്ടുള്ള ഡ്രോണുകളെ ഫസ്റ്റ് പ്രൊക്യൂർ ചെയ്യുന്നത് നമ്മുടെ ലീഡ് ഫെർട്ടിലൈസർ കമ്പനിയാണ്. റെഡിയാണല്ലോ. അപ്പൊ ലീഡ് ഫെർട്ടിലൈസർ കമ്പനി ഇൻ 2023-24. ഓക്കെ, റെഡി ആണല്ലോ.
ആസ് ലോൺ അണ്ടർ നാഷണൽ അഗ്രികൾച്ചർ ആൻഡ് ഇൻഫ്രാ ഫിനാൻസിങ് ഫെസിലിറ്റി. അതായത് നാഷണൽ അഗ്രികൾച്ചർ ഇൻഫ്രാ ഫിനാൻസിങ് ഫെസിലിറ്റീൻ്റെ അണ്ടറിൽ വരുന്ന ഇൻട്രസ്റ്റ് സബ്വെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ് സബ്വെൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ലോൺ എന്ന് പറയുന്നത്, നമ്മുടെ ലോണിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണെങ്കിൽ ഇതിൽ 3% കൊടുക്കുന്ന ആരായിരിക്കും? 3% ഗവൺമെന്റ് ആയിരിക്കും കൊടുക്കുക. ബാക്കി 7% സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് പേ ചെയ്താൽ മതിയാവും. അപ്പൊ ഇതേപോലെയുള്ള ഇൻട്രസ്റ്റ് സബ്വെൻഷൻ പോലെയുള്ള സാമ്പത്തിക കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ഗവൺമെന്റ് ചെയ്ത് കൊടുക്കുന്നത് വഴിയാണ് നമുക്ക് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് ഡ്രോൺസ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമ്മളെ എങ്ങനെയാണ്, എന്ത് ക്രൈറ്റീരിയന്റെ ബേസിലാണ് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ നിന്നും വുമൻസിനെ സെലക്ട് ചെയ്യുക, ട്രെയിൻ ചെയ്യാനായിട്ട്? ഒന്നുമില്ല, എന്താണ് നമ്മുടെ വൺ ഓഫ് ദ മെമ്പർ ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ നിന്നും ഒരു വുമണിനെ സെലക്ട് ചെയ്യണം. എങ്ങനെയാ സെലക്ട് ചെയ്യുക? അവര് വെൽ ക്വാളിഫൈഡ് ആയിരിക്കണം, 18 വയസ്സിന് മുകളിലായിരിക്കണം. 18 വയസ്സിന് മുകളിലുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലെ ഒരു വുമണിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ എന്തുകൊണ്ടാണ് വെൽ ക്വാളിഫൈഡ് ആവണം എന്ന് പറയുന്നത്? നമുക്കറിയാം, ഡ്രോൺ എന്ന് പറയുന്നത് ഹൈലി ടെക്നിക്കാലിറ്റി ഉള്ള കുറേ ടെക്നിക്കൽ ടേംസും ടെക്നിക്കൽ സൈഡ് ഒരുപാടുള്ള ഒരു ജോലിയാണ് ഡ്രോൺ പൈലറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു കണ്ടീഷൻ വരുന്നത്. അപ്പൊ ഇവരെ സെലക്ട് ചെയ്യുന്നത് ആരാണ്? LFCS, നമ്മുടെ ലീഡ് ഫെർട്ടിലൈസർ കമ്പനിയും സ്റ്റേറ്റ് റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, അതായത് SRLM, ഈ 2 പേരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ വുമൻസിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് എന്തുണ്ടാവും? ഇവർക്ക് ട്രെയിനിങ് സെഷൻസ് ഉണ്ടാവും, അല്ലെ? ഇവർക്ക് ട്രെയിനിങ് സെഷൻസ് ഉണ്ടാവും. ഈ 15 ദിവസത്തെ ട്രെയിനിങ്ങിൽ 5 ദിവസം എന്താണ്? മാൻഡേറ്ററി ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ് ആണ്. ബാക്കി 10 ദിവസം അഡീഷണൽ 10 day ട്രെയിനിങ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ് ഓഫ് ന്യൂട്രിയന്റ് ആൻഡ് പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷൻ. അതായത് വളപ്രയോഗത്തിനെ കുറിച്ചുള്ള ട്രെയിനിങ് ആണ് 10 ദിവസം ഉണ്ടാവുക. 5 ദിവസം ഡ്രോൺ പറത്താനുള്ള ട്രെയിനിങ് ആയിരിക്കും ഉണ്ടാവുക. ടോട്ടൽ 15 ദിവസത്തെ ട്രെയിനിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് 15,000 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് ഡ്രോൺ കൊടുക്കും. അതിൽ ഒരാൾക്കാണ് ഡ്രോൺ പൈലറ്റ് ആവാനുള്ള ട്രെയിനിങ് കൊടുക്കുക. ബാക്കിയുള്ള ആൾക്കാർക്ക് എന്താണ്? other member or family member of SHG with എന്താ കിട്ടുക? റിപ്പയർ ഓഫ് ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫിറ്റിംഗ് ആൻഡ് മെക്കാനിക്കൽ വർക്ക്. ഡ്രോണിനെ റിപ്പയർ ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ ഗുഡ്സിനും ഫിറ്റിംഗ് ആൻഡ് മെക്കാനിക്കൽ വർക്ക്, ഇതിനുള്ള ട്രെയിനിങ് ആണ് ബാക്കിയുള്ള മെമ്പേഴ്സിന് കിട്ടുന്നത്. റെഡിയാണല്ലോ? നമ്മുടെ SRLM-ഉം LFCS-ഉം കൂടി സെലക്ട് ചെയ്യുന്ന ആൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മൾ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്, ഡ്രോൺ ടെക്നീഷ്യൻ ആൻഡ് അസിസ്റ്റൻസ്. അപ്പൊ ഡ്രോൺ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ സെറ്റ് ആക്കി എടുക്കുകയാണ് ആരൊക്കെ ചെയ്യുന്നത്? നമ്മുടെ LFCS-ഉം SRLM-ഉം കൂടി ചെയ്യുന്നത്. റെഡി ആണല്ലോ? ഇവർ 2 പേരും കൂടി സെലക്ട് ചെയ്ത SHG-നെ നമ്മൾ എന്ത് ചെയ്യും? ഡ്രോൺ പറത്താനുള്ള ട്രെയിനിങ് ഒരാൾക്ക് കൊടുക്കും. ബാക്കി എല്ലാവർക്കും ഇലക്ട്രിക്കൽ ഗുഡ്സിനും ഫിറ്റിങ്ങിനും മെക്കാനിക്കൽ വർക്കിനുമുള്ള ട്രെയിനിങ്ങും കൊടുക്കും. റെഡിയാണല്ലോ? ഈ LFCS എന്ന് പറയുന്നത് നമ്മുടെ ലീഡ് ഫെർട്ടിലൈസർ കമ്പനി ഇസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഡ്രോൺ സപ്ലയർ കമ്പനി ആൻഡ് SHGs. അതായത് ലീഡ് ഫെർട്ടിലൈസർ കമ്പനി നമ്മുടെ ഡ്രോൺ കമ്പനിയും നമ്മുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുമായിട്ട് ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവരുടെ നടുക്ക് നമ്മുടെ ഫുൾ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യുന്നത് ലീഡ് ഫെർട്ടിലൈസർ കമ്പനി ആയിരിക്കും. എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? ഇവർക്ക് ഈസി ആയിട്ട് റിപ്പയറിങ്ങും മെയിൻ്റനൻസും പ്രൊക്യൂർമെൻറ്റും, നമ്മുടെ ഡ്രോണിന് എന്തൊക്കെ വരും? ഡ്രോണിന് റിപ്പയർ വരും, മെയിൻ്റനൻസ് വരും, പിന്നെ നമുക്ക് ഡ്രോണിൻ്റെ അവൈലബിലിറ്റി, അല്ലേ? ഡ്രോൺ എവിടെ നിന്നൊക്കെയാണ് കിട്ടുക, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്? നമ്മുടെ ലീഡ് ഫെർട്ടിലൈസർ കമ്പനിയാണ്. നമ്മുടെ റൂറൽ ഏരിയയിലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ റിപ്പയറിങ്ങും മെയിൻ്റനൻസ് ഓഫ് ഡ്രോൺസും ഒന്നും ഈസി ആയിട്ട് നടക്കാൻ പറ്റില്ല. പ്രൊക്യൂർമെന്റ് പോലും വളരെ ഈസി ആയിട്ട് നടത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ആര് വന്നത്? നമ്മുടെ ലീഡ് ഫെർട്ടിലൈസർ കമ്പനി വരുന്നത്. ഓക്കെ, അപ്പൊ ലീഡ് ഫെർട്ടിലൈസർ കമ്പനി നമ്മുടെ ഡ്രോൺ ദീദി പ്രോജക്റ്റ് വഴി എന്തൊക്കെയുണ്ട്? നാനോ ഫെർട്ടിലൈസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? നാനോ യൂറിയയും നാനോ DAPയും. നാനോ യൂറിയയും നാനോ DAPയും പ്രൊമോട്ട് ചെയ്യുകയും കൂടി നമ്മുടെ ലീഡ് ഫെർട്ടിലൈസർ കമ്പനി ചെയ്യുന്നുണ്ട്. റെഡിയാണല്ലോ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നോക്കാനുള്ളത്. ഡ്രോൺ ദീദി യോജന വഴി നമുക്ക് നോക്കാനുള്ളത്. റെഡിയാണല്ലോ? അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഡ്രോൺ ദീദി
സ്കീം ഏറ്റവും ഇമ്പോർട്ടന്റ് ആവുന്നത് ഇപ്പോൾ പേപ്പറിൽ വന്നുകൊണ്ടാണ്. ഇതിന്റെ രണ്ട് പൈലറ്റ് ഫ്ലൈറ്റ്സ് നടത്താനായിട്ട് പോവുകയാണ്. ആരൊക്കെ? മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് MOU സൈൻ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? 2 പൈലറ്റ് പ്രോജക്റ്റ് നടത്താനായിട്ട്. അപ്പൊ ഇത് സക്സസ് ആവുമെന്ന് നമുക്ക് നോക്കാം. റെഡിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ അവസാനം ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ എല്ലാവരും നമുക്കൊന്ന് വായിക്കാം. വിത്ത് റെഫറൻസ് ടു നമോ ഡ്രോൺ ദീദി സ്കീം, ഡ്രോൺ ശക്തി സ്കീം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദ സ്കീം എയിം ടു എസ്റ്റാബ്ലിഷ് ഇന്ത്യ ആസ് എ ഗ്ലോബൽ ലീഡർ ഇൻ ഡ്രോൺ ടെക്നോളജി. സെക്കൻഡ് എന്താണ്? ദ സ്കീം ഈസ് പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ പ്രൊവൈഡിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു വുമൺ എന്റർപ്രണേഴ്സ്. സെലക്ട് ദിസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് യൂസിംഗ് കോഡ്സ് ഗിവൺ ബിലോ. അപ്പൊ എ ആണോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കുന്നത്. അപ്പൊ എ ആണോ, 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ സ്കീം കറക്റ്റ് ആയിട്ട് മനസ്സിലായെങ്കിലും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ആൻസറും കൂടി കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.